സോണൽ കൃഷ്ണ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സോണൽ, ആ വേദിയിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. വിദ്യാർത്ഥികളെ അടുത്തേക്ക് വിളിച്ചു വരുത്തി എഴുതിയ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ട്, ചെവിയിൽ പിടിക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. ഇങ്ങനെയാണോ എഴുതുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അക്ഷരം അറിയുമെങ്കിൽ അഡ്രസ്സ് എഴുതാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മുൻ മന്ത്രി KT ജലീലിനെ സംബന്ധിച്ച് അധ്യാപകനാണ്. കുട്ടികളെ ശാസിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ വിവാദം എന്തായാലും വലിയ വിഷയമായി മാറിയിരിക്കുന്നു. ഒന്നാമത് ഇതൊരു സംവാദ വിഷയമാണ്. രണ്ട് തരത്തിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. KT ജലീൽ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങ് ജയിലിൽ അടച്ചോളൂ എന്നുള്ളതാണ്. ബാലാവകാശ കമ്മീഷൻ അടക്കം നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? KT ജലീലിന്റെ നിലപാടെന്താണ്? റോഷ്നി, KT ജലീൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ താല്പര്യാർത്ഥം പലരും ഇക്കാര്യത്തെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും തന്നെയല്ല എന്നുള്ളതാണ് KT ജലീൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലായി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പുകളിലും വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും മണ്ണാർക്കാട്ടെ ഈ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങിലെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. KT ജലീൽ പറയുന്നത് വിദ്യാർത്ഥികളുമായോ അധ്യാപകരുമായോ ഒക്കെ സംവദിക്കുന്ന സമയങ്ങളിൽ സദസ്സിനെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് തന്നെയാണ് മണ്ണാർക്കാടും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം അത്തരം വേദികളിൽ എത്തുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി ഒരു അധ്യാപകനായി താൻ മാറാറുണ്ട് എന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. തൻ്റെ വിദ്യാർത്ഥികളോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോടും താൻ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് KT ജലീൽ പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിയെ പോലും വേദനിപ്പിച്ചിട്ടില്ല എന്ന് KT ജലീൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വിദ്യാർത്ഥിക്കോ രക്ഷിതാവിനോ ഇക്കാര്യം അപമാനകരമായി തോന്നിക്കഴിഞ്ഞാൽ അത് കൃത്യമായി രേഖപ്പെടുത്താം, മാപ്പ് പറയാൻ, ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിന്മേൽ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾ പക്ഷേ അപ്പോഴും പറയുന്നത് തങ്ങൾക്ക് പരാതികളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോലും താൻ ശ്രമിക്കില്ല എന്നുള്ള കാര്യമാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. അതായത് ഈ സംഭവവുമായി മുൻനിർത്തി മാധ്യമങ്ങളെ കണ്ട സമയത്ത് കുഞ്ഞാലിക്കുട്ടിയെയും N ഷംസുദ്ദീനെയും ഉൾപ്പെടെ വിമർശിക്കുന്ന സാഹചര്യം കൂടി KT ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് മന്ത്രി ബിന്ദു കൃഷ്ണയെ പോലും അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ താല്പര്യാർത്ഥമല്ല ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പോലും താറടയ്ക്കുന്ന രീതിയിലാണ് അത്തരത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിന്മേൽ KT ജലീൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇതിൽ പരാതിയില്ലാത്ത പക്ഷം കൃത്യമായി തന്നെ താനും മുന്നോട്ട് പോവും. ജയിലിലടയ്ക്കുകയാണെങ്കിൽ ജയിലിലടയ്ക്കട്ടെ എന്നുകൂടി KT ജലീൽ ഈ വിഷയത്തിന്മേൽ പറഞ്ഞു വെക്കുന്നുണ്ട്. റോഷ്നി, ശരി. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.